പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവേ
57 മുതലുള്ള തിരുവചനങ്ങൾ. എലിസബത്തിന് പ്രസവ സമയമായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോട് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിന്റെ പരിച്ഛേദത്തിൽ വന്നു. പിതാവിന്റെ പേരിനനുസരിച്ച് സഖറിയ എന്ന് അവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കൾ ആർക്കും ഈ പേരില്ലല്ലോ, ശിശുവിന് എന്ത് പേര് നൽകുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവരുടെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവരൊരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തക്ഷണം അവന് വായ് തുറക്കപ്പെട്ടു. നാമ സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായ മലനാട്ടിലെയും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവിക പദ്ധതികളോട് ചേർന്ന് നിൽക്കുക. സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, മക്കളെ, മംഗളവാർത്താകാലം 3-ാം ഞായറാഴ്ച മറ്റൊരു സന്തോഷ വാർത്തയായിട്ടാണ് സഭ നമ്മളോട് ദൈവിക പദ്ധതികളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ദൈവം സൃഷ്ടികർമ്മം നടത്തിയതിനു ശേഷം മനുഷ്യനെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും വലുത് പേരിടൽ എന്ന ഉത്തരവാദിത്തമാണ്. പേരിടൽ എന്ന ഉത്തരവാദിത്തം ആദത്തിനെ ഏൽപ്പിച്ചു. ആദം ഓരോന്നിനും പേരിട്ടു. എന്ത് പേരിട്ടുവോ ആ പേരാൽ അത് അറിയപ്പെടുവാനായിട്ട് തുടങ്ങി. പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ഐഡന്റിറ്റി കൊടുക്കലാണ്, വ്യക്തിത്വം കൊടുക്കലാണ് പേരിലൂടെ നടക്കുക. ചാക്കോ എന്ന് വിളിച്ചാൽ ചാക്കോ ചേട്ടൻ ഒന്ന് നോക്കും. മറ്റൊരു പേര് വിനീത എന്ന് വിളിച്ചാൽ വിനീത ടീച്ചർ ഒന്ന് നോക്കും. യാതൊരു സംശയമില്ല, ഒത്തിരിയേറെ പേരുടെ ഉണ്ടായാലും അവരായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം വ്യക്തിത്വം കൊടുക്കുകയാണ്. ഈ വ്യക്തിത്വം കൊടുക്കുന്നതിൽ തീർച്ചയായും വലിയൊരു പങ്കുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്റെ പേര്, മാമോദിസ പേര് പോൾ എന്നാണ്. ആ പോൾ എന്ന പേര് വരുവാനുള്ള കാരണം, ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മകനാണ്. എൻ്റെ അപ്പന്റെ പേര് പൗലോസ് പോൾ എന്നാണ്. അതുകൊണ്ട് എനിക്ക് പോൾ എന്ന നാമം ലഭിച്ചു. എന്റെ അടുത്തെനിക്കുള്ളത് എന്റെ അനുജനാണ്. അവന്റെ പേര് ദേവസി എന്നാണ്. എന്റെ അമ്മച്ചിയുടെ അപ്പന്റെ പേര് ദേവസി എന്നതാണ്. അതുകൊണ്ട് അവൻ ആ പേര് ലഭിച്ചു. മൂത്ത കുട്ടി ആണായെങ്കിൽ അപ്പച്ചന്റെ അപ്പന്റെ പേര് ലഭിക്കും. മൂത്ത കുട്ടി പെണ്ണാണെയെങ്കിൽ അപ്പച്ചന്റെ അമ്മയുടെ പേര് ലഭിക്കും. രണ്ടാമത്തെ കുട്ടി ആണാണെയെങ്കിൽ അമ്മച്ചിയുടെ അപ്പന്റെ പേര് ലഭിക്കും. രണ്ടാമത്തെ കുട്ടി പെണ്ണാണെയെങ്കിൽ അമ്മച്ചിയുടെ അമ്മയുടെ പേര് ലഭിക്കും. അത് കൊടുക്കണമെന്നത് എല്ലാവരുടെയും ആഗ്രഹവും കൂടിയാണ്. ഞാൻ തുടരണം, എന്റെ ചൈതന്യം തുടരണം. സുവിശേഷത്തിൽ ഇവിടെ പേരിടൽ കർമ്മം വലിയ സന്തോഷകരമായ ഒരു കർമ്മമാണ്. ആ ബന്ധുക്കളെല്ലാം ഒരുമിച്ച് കൂടുകയാണ്. അവരുടെ സന്തോഷത്തിൽ പങ്കുകാരായി തീരുവാനായിട്ട് അവർ പേരിടുവാനായി തീരുമാനിച്ചു. സഖറിയ എന്ന പേര്. എന്നാൽ അവിടെ എലിസബത്ത് വട്ടമുളക്കുകയാണ്. സഖറിയ എന്നല്ല പേര് അവരിടേണ്ടത്, അവന് യോഹന്നാൻ എന്ന് പേരിടണം.
എന്നാൽ ബന്ധുക്കൾ ആർക്കും അത് അംഗീകരിക്കുവാനായി സാധിക്കുന്നില്ല. കാരണം ബന്ധുക്കൾ ആർക്കും ഈ പേരില്ല. ഇനി എന്ത് പേരിടണമെന്ന് തീരുമാനിക്കുക അവന്റെ പിതാവ് തീരുമാനിക്കുകയെന്ന് തീരുമാനിച്ച് സക്രിയോട് ചോദിക്കുകയാണ് ആംഗ്യ ഭാഷയിൽ. എന്നാൽ സക്രിയെ സംബന്ധിച്ചിടത്തോളം അത് ദൈവ കൽപ്പനയാണ്. യോഹന്നാൻ അവൻ വിളിക്കപ്പെടണമെന്ന് ദൈവ നിശ്ചയമാണ്. അതിൽ നിന്ന് വേറിട്ട് പോകരുത് എന്ന നിശ്ചയ ദാസ്യം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയുകയാണ് എഴുത്തുപലക കൊണ്ടുവരിക എന്ന്. വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. കൃത്യമായിരിക്കണം. ഒരു കാരണവശാലും പോകരുത്. ഞാൻ ഊമനായതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാ എന്ന ബോധ്യമുണ്ടാകും സക്രിയായി. ഓർക്കുക, ദൈവം കൊടുത്ത ദൂത്, ആ ദൈവം കൊടുത്ത ദൂതിൽ സംശയിച്ചതുകൊണ്ട് അവൻ ഊമനായിരുന്നു എന്നിരിക്കും. തന്റെ ഭാര്യയെ വ്യക്തമായ ബോധ്യം കൊടുത്ത് അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണമെന്ന വ്യക്തമായ ബോധ്യം എലിസബത്ത് കൊടുക്കുവാനായിട്ട് അവന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് എലിസബത്ത് വ്യക്തമായി പറയുക യോഹന്നാൻ എന്ന് അവൻ വിളിക്കപ്പെടണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് സക്രിയ പറയുക എഴുത്തുപലക കൊണ്ട് വരണമെന്ന്. എഴുത്തുപലക കൊണ്ടുവന്ന് അതിൽ എഴുതി കാണിച്ചു കൊടുക്കുകയാണ്. യോഹന്നാൻ എന്നാണ് അവന്റെ പേരിരിക്കുന്നത്. യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ കൃപ. സക്രിയ എലിസബത്ത് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ഇത് ദൈവത്തിന്റെ കൃപയാണ് എന്ന ബോധ്യം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന കൃപകൾ ഓർക്കുവാനായി നമുക്ക് സാധിക്കണം. കൃപകൾ ഓർത്തുകൊണ്ട് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാനും ആയിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് അവരുടെ ഏറ്റവും വലിയ ഒരു ചിന്ത ഈ ശിശു ആരായിത്തീരും എന്നതൊരു ചിന്തയാണ്. ആ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് പറയുക ദൈവത്തിന്റെ കരം അവനോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരായിത്തീരും, നമ്മുടെ മക്കൾ ആരായിത്തീരും എന്നൊരു ചിന്ത എപ്പോഴും നമുക്കുണ്ടാകും. അത് മനുഷ്യന് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന വലിയൊരു ദാനമാണ്. ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം പിറന്ന പശു ആരായിത്തീരും എന്തായിത്തീരും എന്ന് ചോദിച്ചാൽ അത് യോഹന്നാന്റെ പശുവാകാം, രാമന്റെ പശുവാകാം, അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കുകയില്ല. എന്നാൽ മനുഷ്യനായിത്തീരുമെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം വെറുതെ സുഹൃത്ത് സംഭാഷണത്തിനിടയിൽ നമ്മുടെ കവ്യാരൻ അഖിലനോട് പറഞ്ഞു, എന്റെ അച്ഛ എനിക്ക് ക്രിക്കറ്റർ ആവണമെന്നതായിരുന്നു ആഗ്രഹം, നടന്നില്ല. പോലീസുകാരനാകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അതും നടന്നില്ല. വൈദ്യനാകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അതും നടന്നില്ല. ദേവാലയ ശുശ്രൂഷയായെങ്കിലും തീർന്നല്ലോ, ഒരു ജോലി കിട്ടിയല്ലോ. ഇനിയും ആഗ്രഹങ്ങൾ ബാക്കിയാണ്. സൈക്കോളജി പഠിച്ച് സൈക്കോളജിസ്റ്റ് ആകണമെന്ന് ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ നമ്മുടെ മുന്നുണ്ടാകും. നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ എത്തിപ്പെടുവാനായിട്ട് സാധിക്കണമെന്നില്ല. കാരണം അത്രമാത്രം ദാനങ്ങളുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഏത് വ്യക്തിയെ സംബന്ധിച്ചുള്ള ഇറ്റലിയിൽ പറഞ്ഞ സോണിയാഗാന്ധി ഭാരതത്തിലെ പ്രൈം മിനിസ്റ്ററുടെ അമ്മയായി, ഭാര്യയായി, പ്രതിപക്ഷ നേതാവിന്റെ അമ്മയായി, നമ്മുടെ ജീവിതത്തിൽ നമ്മയും മുമ്പിലിരിക്കുന്ന കുട്ടികൾ ആരായിത്തീരും എന്നതിന് വ്യക്തതയില്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കൊക്കെ ഒത്തിരിയേറെ അപ്പുറത്തേക്ക് പോകാം. കാരുണ്യയിലായിരുന്ന ഒരു മകൻ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറേറ്റിന് പഠിക്കുന്നു. ദൈവം നൽകുന്ന ദാനമാണ്. സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദൈവം ഒത്തിരിയേറെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ കരം യോഹന്നാനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ ഈശോയ്ക്ക് വഴിയൊരുക്കുന്നവനായി തീരുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ കരമുണ്ട് എന്ന് തിരിച്ചറിയാം. നമ്മുടെ മക്കളെ ദൈവത്തിന്റെ കരങ്ങളോട് ചേർത്ത് നിർത്തി വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. എത്രത്തോളം വളരാം എന്നതിനോടൊപ്പം തന്നെ എത്രത്തോളം മോശമായി തീരാം എന്നതും കൂടിയുണ്ട്. ദൈവത്തോട് ചേർത്ത് ദൈവേഷ്ട പദ്ധതികളോട് ചേർത്ത് വളർത്തുമ്പോൾ തീർച്ചയായിട്ടും അവർ വളരും. ആ ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് മംഗളവർത്തക്കാലം ദൈവകാലത്ത് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
ദൈവത്തോട് ചേർന്ന് ദൈവിക പദ്ധതികളോട് ചേർന്ന് വളരുവാനായിട്ട് സന്തോഷിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സാധുതയോടും കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദ്യത്തിന്റെ പാപമൂലം മാതൃപ്രതിച്ച മനുഷ്യർക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനം രക്ഷയെ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന മിശിഹായെ കൃപാവരം നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായി നിന്നെ സ്വീകരിക്കുവാൻ പ്രവാചകന്മാരുടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, അനുദിന ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നുതരാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മോഹമണിയിച്ച മിശിഹായെ ദൈവസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഹോദരനെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനായ മേജറാർച്ചുബിഷപ്പ്മാർ റാഫേൽ മെത്രാപ്പൊലീത്തയെ, ഞങ്ങളുടെ അതിരൂപത അപ്പോസ്തലിക അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. തനിക്ക് വാസമുള്ളത് നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കരകളെ നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചകളേകാം താഴ്മയോടെ തിരുസന്നിധിയിൽ വന്നു നൈവേദ്യമാകാം ഈ വേളയിൽ നാദമേകും തിരുബലിയിൽ മനസ്സിലുയരുന്ന കാഴ്ചയല്ലോ എൻ പ്രാർത്ഥനകൾ അർച്ചനയായി തിരുമുൻപിൽ ഞാൻ ഇടുമേ. മനസ്സിലുയരുന്ന കാഴ്ചയല്ലോ എൻ പ്രാർത്ഥനകൾ അർച്ചനയായി
ഈ യാത്രത്തോടും വീടിനോടും നമ്മുടെ കാഴ്ചകളോടും അവരാൻ കാര്യങ്ങളിലേക്കുള്ള യോഗത്തിലും അഭിഷേകം നമുക്ക് സമർപ്പിക്കാം. അങ്ങയുടെ ആദ്യമായ തിരുത്തുതി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന വിശുദ്ധാവഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന സ്വീകരിക്കുമാറാകട്ടെ. മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവരുടെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവരുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന സ്വീകരിക്കട്ടെ.
അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എല്ലാവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിദൈവം ഇഹ പരമഗീതവും മഹിമീശ്വര മഹിമയാൽ നിറയുന്നു തിരുഭവനേ ഹോസാന ഈശനു സകലം ഹോസാന 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 ആവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിശുമാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ഇതെല്ലാം ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആരം തന്നെ ആശ്രയമെടുത്ത് ഹൃദയാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭവമോചനത്തിനായി അനേകർക്ക് വേണ്ടി സിദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. ഇതെല്ലാം ഇതിൽ വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് മുമ്പിടുന്നു. കരുതലും വേണ്ടിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ
എഴുന്നള്ളി വരട്ടെ. അങ്ങനെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവതരിച്ചു ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയരത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ ഭൗമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വാസത്തോടുകൂടി അവർ വിളിച്ചപേക്ഷിക്കുക. സുഖസ്നായ പിതാവേ
നമ്മെ ജീവിതത്താൽ സംസിഹായുടെ പാവനം അവരുടെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. Thank you.
അറിയിപ്പുകൾ കഴിഞ്ഞ സ്വപ്രകാഴ്ച 11,193 രൂപ, ഹിന്ദി കുർബാന 4,395 രൂപ, സെന്റ് ജോർജ് സെന്റ് ജൂഡ് വീട്ടിലെ കാഴ്ചപ്പാട് 1,260 രൂപ, 2ാം ക്ലാസ് വിദ്യാർത്ഥികളും മകർക്കാർക്കും അധ്യാപകരും 1,340 രൂപ. സെന്റ് ആൻഡ്രീസ് കുടുംബയോഗം ഇന്ന് 3 മണിക്ക് മനോജ് മുരളിന്റെ വസതിയിൽ വെച്ചും സെന്റ് തോമസ് കുടുംബയോഗം ഇത് വൈകിട്ട് 5 മണിക്ക് ജി ജോൺ മുണ്ടറ്റിന്റെ വസതിയിൽ വെച്ചും സമ്മേളിക്കുന്നതാണ്. അബ്ദുള്ള കേസിവൈ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ചുമതലയേറ്റിരിക്കുന്ന ചാർലി വർഗീസ് പാടാടുന്നതിന് അഭിനന്ദനങ്ങൾ. 21-ാം തീയതി രാവിലെ ഭവനങ്ങളിലുള്ള രോഗികൾക്ക് കുമ്പസാരിച്ച് കുർബാനയ്ക്ക് കൊടുക്കുന്നതാണ്. താല്പര്യമുള്ള രോഗി വിവരങ്ങൾ കവ്യ അലീനയും വൈശ്യാമൻ ഷാജനെയും അറിയിക്കുക. മുനിസിപ്പൽ നേതൃത്വത്തിൽ ഫണ്ട് സ്വരൂപിക്കുന്നതായിട്ട് വിതരണം കേക്ക് വിതരണം ഇന്ന് ഉണ്ടായിരിക്കും. പേര് ഓർഡർ നൽകി അവർക്ക് കേക്ക് ഭവനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ബുക്കിംഗ് ഇന്ന് സ്വീകരിക്കുന്നതാണ്. 22-ാം തീയതി ഞായറാഴ്ച 3 മണി മുതൽ 6 മണി വരെയായിരിക്കും ക്രിസ്മസ് ഒരുക്കമായ കുമ്പസാരം. 6 മണിക്കായിരിക്കും 22-ാം തീയതി 6 മണിക്കായിരിക്കും ദേവാലയത്തിലുള്ള ഭവനങ്ങളിലേക്ക് കരോൾ പുറപ്പെടുന്നത്. 24-ാം തീയതി രാത്രി 10 മണിക്കായിരിക്കും യൂത്തിയുടെ നേതൃത്വത്തിലുള്ള കരോൾ ഗാന ആവിഷ്കാര മത്സരം. അതിനോടനുബന്ധിച്ച് 11 മണിക്കായിരിക്കും പിറവിയുള്ള തിരുത്തമ്മകൾ ആരംഭിക്കുക. നമുക്ക് മാറ്റില്ല. 1-ാം വിവാഹ അറിയിപ്പ്. ഈ പള്ളിയുടെ വക കരിമനക്കൽ ജെയിംസ് ലിസി മകൻ ലിൻസും ഇടുക്കി പാറത്തോടെ വക മാളികശ്ശേരി സെബാസ്റ്റ്യൻ ഇളയ മകൾ സാനുക്കുടിയും തമ്മിൽ വിവാഹിതരാകാൻ നിശ്ചയിച്ചിരിക്കുന്നു. 2-ാം വിവാഹ അറിയിപ്പ്. ഈ പള്ളിയുടെ വക കീരക്കുടിയിൽ മാത്യു തല്ലിക്കുട്ടി മകൾ ടിങ്കിളും തൃശൂർ പുതുക്കാട് വക കല്ലറക്കൽ ജോയ് തിരുമോൾ മകൻ ജസ്റ്റിനെ തമ്മിൽ വിവാഹിതരാകാൻ നിശ്ചയിച്ചിരിക്കുന്നു. Stay happy,
മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണമേ സുസ്ഥി. Amen.